നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിൻ്റെ ഭാഗമായി 6400 രൂപയുടെ പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരി മാസത്തിൽ തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്നുള്ള അറിയിപ്പുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം ഡിസംബർ മാസം വിതരണം ചെയ്ത പെൻഷൻ തുക എത്തിച്ചേരാത്തവർക്കും എത്തിച്ചേരും. ജനുവരി മാസത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശികയിൽ കൂടുതൽ തുക നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം വിതരണം ചെയ്യുക ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ആയിരിക്കും. അതിനുശേഷമായിരിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ പ്രധാനപ്പെട്ട അറിയിപ്പ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡു വിതരണം ആരംഭിക്കാൻ പോവുകയാണ്. ഫെബ്രുവരി ആയിരിക്കും തുക വിതരണം ചെയ്യുക. അതോടൊപ്പം തന്നെ തുക വർദ്ധിപ്പിക്കുമെന്നുള്ള പല രീതിയിലുള്ള അറിയിപ്പുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 6000 രൂപയാണ് നമുക്ക് ഒരു വർഷത്തിൽ PM കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് ലഭിക്കുന്നത്. ഇത് 3 ഘട്ടങ്ങളിലായിട്ടാണ് ലഭിക്കുന്നത്. അത് 8000 മുതൽ 10000 വരെ വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത്. കർഷകർക്ക് വലിയ രീതിയിൽ ഇത് ഒരു സഹായമായി മാറുകയും ചെയ്യുന്നു. ഇത് 100% കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്. ഈ തുക നമ്മൾ തിരിച്ചടക്കേണ്ട ആവശ്യമില്ല.